രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ രാധാഭക്തർക്കും കൃഷ്ണഭക്തർക്കും സ്വാഗതം. ശ്രീബുദ്ധൻ്റെ വിസ്മയിപ്പിക്കുന്ന ജീവിത കഥയാണ് ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ. 5ാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡ് പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സാക്ഷാൽ ഗുരുവായൂരപ്പനും രാധാറാണിയും അനുഗ്രഹിച്ചാൽ ഈ ചാനലിൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടും. എല്ലാ ചൊവ്വാഴ്ചയും 12 മണിക്ക് കൃഷ്ണൻ്റെ രാധയുടെ പ്രണയം. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാധയുടെ പ്രണയം 83 എപ്പിസോഡ് ഒരാൾ അവതരിപ്പിക്കുന്നത്. ആ 83 എപ്പിസോഡും പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടും. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ തൊട്ട് കണ്ടു തുടങ്ങുക. പിന്നെ സമയം കിട്ടുമ്പം നിങ്ങൾ ഒന്നേന്നെടുത്ത് നോക്കുക. ബുധനാഴ്ച 12 മണിക്ക് ശ്രീബുദ്ധൻ, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതി, വെള്ളിയാഴ്ച 12 മണിക്ക് കൃഷ്ണൻ്റെ അവതാരമായ സാക്ഷാൽ ശ്രീബുദ്ധൻ. മോക്ഷം നമുക്ക് കിട്ടുന്നതിന് വേണ്ടി രചിച്ച ഏറ്റവും ഉത്തമ ഗ്രന്ഥം ധർമ്മപഥം, ഗ്രന്ഥങ്ങളുടെ രാജാവ്. അതിനപ്പുറം ഒരു ഗ്രന്ഥമില്ല. ആ ധർമ്മപഥത്തിൻ്റെ ക്ലാസ് 12 മണിക്ക്, വെള്ളി വൈകുന്നേരം ഒരു 5 മണിക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പം ഇത് കൂടാതെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും കണ്ടിരിക്കണം. അസ്ട്രോളജി ഉണ്ട്, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, അതേ കണക്ക് ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ. ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ 96453339 എന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. അപ്പോൾ ശ്രീബുദ്ധൻ്റെ ആ ജീവിത കഥ, വിസ്മയിപ്പിക്കുന്ന ജീവിത കഥ 5ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ
ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. അപ്പോൾ നമുക്ക് തുടങ്ങാം ബുദ്ധന്റെ ജീവിതകഥ 5ാമത്തെ എപ്പിസോഡ്. സിദ്ധാർത്ഥന്റെ പിതാവായ ശുദ്ധോദനൻ 7 സ്വപ്നങ്ങൾ കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ വന്ന ദിവ്യ പുരുഷൻ ഒരു കാര്യം പറഞ്ഞു. മഹാരാജാവേ, ഇന്നേക്ക് 7ാം ദിവസം സിദ്ധാർത്ഥൻ കൊട്ടാരം വിട്ടു പോയിരിക്കും. അങ്ങനെ 7ാമത്തെ ദിവസം നിർണായകമായ ദിവസം വന്നു. ശുദ്ധോദന മഹാരാജാവ് തൻ്റെ കോട്ടയുടെ വാതിലുകളിൽ 500 ഭടന്മാരെ വെച്ച് അധികം വിന്യസിച്ചു. കോട്ടയുടെ ബലം വർദ്ധിപ്പിച്ചു. ശുദ്ധോദന മഹാരാജാവ് ഉത്തരവിട്ടു, ഇന്നത്തെ രാത്രി നിർണായകമാണ്. ഒരാൾ പോലും ഉറങ്ങാൻ പാടില്ല. ആരെങ്കിലും ഒരാൾ ഉറങ്ങിയാൽ നിശ്ചയമായും അവർക്ക് വധശിക്ഷയായിരിക്കും. ഞാനും ഉറങ്ങുന്നില്ല, ആരും ഉറങ്ങുന്നില്ല കൊട്ടാരത്തിൽ ഇന്നത്തെ ദിവസം എന്ന് മാത്രവുമല്ല, ആരെങ്കിലും വാതിൽ തുറന്നാൽ അതിൻ്റെ ശബ്ദം 3 നാഴിക 3 മൈൽ അകലെ വരെ കിട്ടും. ആ മണിനാദം മുഴങ്ങും. കൊട്ടാരത്തിൻ്റെ 4 ചുറ്റും പട്ടാളക്കാരെ വിന്യസിച്ചു. കൊട്ടാരത്തിൻ്റെ മതിലിൻ്റെ പുറത്തും പട്ടാളക്കാരെ വിന്യസിച്ചു. അശ്വാരൂഢന്മാരുണ്ട്. സകലരും ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. സിദ്ധാർത്ഥൻ എങ്ങനെ പുറത്ത് കിടക്കും? മനുഷ്യ സാധ്യമല്ലാത്ത രീതിയിൽ എല്ലാ പഴുതുകളും അടച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഇതാ ഒരു വാർത്തയും കൂടെ കേൾക്കുകയാണ്. എന്താണ്? സിദ്ധാർത്ഥൻ ഒരു മകൻ പിറന്നിരിക്കുന്നു. സിദ്ധാർത്ഥന് പിറന്ന മകന്റെ പേര് രാഹുലൻ. അപ്പോൾ ഒരാൾ ഓടി വന്ന് സിദ്ധാർത്ഥനോട് പറഞ്ഞു, സിദ്ധാർത്ഥ രാജകുമാര, അങ്ങേക്ക് മകൻ പിറന്നിരിക്കുന്നു. മകൻ പിറന്നിരിക്കുന്നു. അപ്പൊ സിദ്ധാർത്ഥൻ പറഞ്ഞു, അതെ, എൻ്റെ മാർഗത്തിലേക്കൊരു വിഘ്നമായി. ഇന്ന് രാത്രി പോകണമെന്ന് എൻ്റെ മനസ്സ് പറയുകയാണ്. പക്ഷെ ഒരു മകൻ പിറക്കുമ്പോൾ അവനെ കണ്ടിട്ട് എങ്ങനെ പോകാൻ തോന്നും? അതുകൊണ്ട് എൻ്റെ മാർഗത്തിലേക്കുള്ളൊരു വിഘ്നമാണ് അവൻ. അതുകൊണ്ട് സിദ്ധാർത്ഥൻ ചെന്നിട്ട് അവന് വിഘ്നം, തൻ്റെ വഴിമുടക്കാൻ വന്നവൻ എന്ന അർത്ഥത്തിൽ രാഹുലൻ എന്ന പേര് കൊടുത്തു. രാഹുലൻ എന്ന് പറഞ്ഞാൽ വിഘ്നം, തടസ്സം, ആ തടസ്സത്തിന് കാരണമായവൻ എന്നാണ് അർത്ഥം. അപ്പോഴും സിദ്ധാർത്ഥന്റെ മനസ്സിങ്ങനെ ചിന്തിക്കുകയാണ്, ഇന്ന് രാത്രി ഞാൻ ഇവിടുന്ന് പുറത്തു പോകും. പക്ഷേ കൊട്ടാരത്തിൻ്റെ 4 ചുറ്റും കർക്കശമായ കാവലാണ്. അതിനെക്കുറിച്ച് സിദ്ധാർത്ഥനും അറിയില്ല. ഈ സമയത്ത് സിദ്ധാർത്ഥൻ പുറത്ത് കിടക്കുന്നത് മനുഷ്യ സാധ്യമല്ല. അപ്പോൾ വരവായി യക്കന്മാർ വരവായി. ആരാണ് യക്കന്മാർ? പ്രകൃതിയിലെ ദേവന്മാരാണ്. പ്രകൃതിയിലെ കാര്യങ്ങൾ മുഴുവൻ നോക്കി നടത്താൻ വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്ന ദിവ്യ ശക്തികളാണ് ആരെന്ന് പറയുന്നത് യക്കന്മാർ കൂടി. അവരൊന്നിച്ചു കൂടിയിട്ട് പറഞ്ഞു, ശ്രീബുദ്ധൻ, അതായത് സിദ്ധാർത്ഥൻ ബുദ്ധനാകാൻ പോവുകയാണ്. അതിന് തടസ്സം നിൽക്കുകയാണ് ശുദ്ധോദന മഹാരാജാവ്. നമുക്ക് ഭൂമിയിലേക്ക് പോകണം. യക്കന്മാരുടെ നേതാവായ സക്കൻ 33 ദേവന്മാരെ വിളിച്ചു ചേർത്തു. അവരിൽ ഒരാളോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നേരെ കപിലവസ്തുവിലേക്ക് പോകണം. കപിലവസ്തുവിൽ ചെന്നിട്ട് അവിടുത്തെ സകല ജനങ്ങളെയും നിങ്ങൾ നിദ്രയിലാഴ്ത്തണം. എല്ലാവർക്കും ഉറക്കം പ്രദാനം ചെയ്യണം. മറ്റൊരു ദേവനെ വിളിച്ചിട്ട് പറഞ്ഞു, ദേ നോക്കൂ, നിങ്ങൾ സകല മൃഗങ്ങളെയും ഉറക്കത്തിലാഴ്ത്തണം. ഒരൊറ്റ മൃഗം പോലും ഉണരാൻ പാടില്ല. അപ്പോൾ ഒരു കാര്യം പറഞ്ഞു,
നോക്കൂ, ഒരു കാര്യം ചെയ്യണം. ബുദ്ധനെ കൊണ്ടുപോകേണ്ട കുതിരയുണ്ട്, അവന് നിങ്ങൾ ഉറക്കരുത്. അതുപോലെ തന്നെ ബുദ്ധനെ കൊണ്ടുപോകേണ്ട ചന്ദൻ എന്ന തേരാളിയുണ്ട്, അവനെയും ഉറക്കരുത്. ബാക്കി എല്ലാവരെയും നിങ്ങൾ നിദ്രയിലാഴ്ത്തണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള 30 ദേവന്മാരെടുത്ത് പറഞ്ഞു, സിദ്ധാർത്ഥ രാജകുമാരൻ കൊട്ടാരം വിട്ടിറങ്ങും. കൊട്ടാരം വിട്ടിറങ്ങുമ്പോൾ ഈ 30 രാജാക്കന്മാര് സിദ്ധാർത്ഥൻ അകമ്പടി സേവിക്കണം. എങ്ങനെ? അവിടെ മുഴുവനും സുഗന്ധപൂരിതമാക്കണം. സിദ്ധാർത്ഥ രാജകുമാരന്റെ പുറത്തേക്ക് പുഷ്പവൃഷ്ടി നടത്തണം. എന്നിട്ട് സക്കൻ പറഞ്ഞു, ഇന്നത്തെ ദിവസം കൊട്ടാരത്തിലെ ജനങ്ങള് അവരെ മുഴുവനും നിദ്രയിലാഴ്ത്തുന്ന ജോലി എൻ്റേതാണ് എന്ന് മാത്രവുമല്ല, അവിടുത്തെ കോട്ടവാതിലുകൾ തുറന്നു കൊടുക്കുന്ന ദൗത്യം ഞാൻ നേരിട്ട് ഏറ്റെടുക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയായ സമയത്ത് സക്കന്മാരെല്ലാം ഭൂമിയിലേക്കിറങ്ങി കപിലവസ്തുവിലെ സകല ജനങ്ങൾക്കും ഗാഠമായ നിദ്ര പ്രദാനം ചെയ്തു. അതെ, ഈ ഭൂമിയുടെ രക്ഷയ്ക്കായിട്ട് സിദ്ധാർത്ഥൻ ഇറങ്ങാൻ പോകുന്ന നിർണായകമായ നിമിഷം സകലരും സുഖമായ നിദ്രയിലേക്ക് മയങ്ങി വീണു. ഈ സമയത്ത് എന്ത് ചെയ്യുന്നു? സക്കൻ അങ്ങോട്ടേക്ക് പ്രവേശിക്കുകയാണ്. സക്കൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് സക്കൻ കൊട്ടാരത്തിലുള്ള സകല ജനങ്ങൾക്കും ഉറക്കം പ്രദാനം ചെയ്തു. ഉറങ്ങരുതെന്ന് ഉത്തരവിട്ട് ശുദ്ധോദന മഹാരാജാവ് ഉൾപ്പെടെ അതിമനോഹരമായ ഗാഠനിദ്ര. സകല കാവൽക്കാരും ഗാഠനിദ്രയിലാണ്ട് പോയിരിക്കുന്നു. ഈ സമയത്ത് ബുദ്ധൻ തൻ്റെ തേരാളിയായ ചന്ദനെ വിളിച്ചു. ചന്ദന മാത്രം മയക്കിയിട്ടില്ല. ചന്ദ. അപ്പൊ ചന്ദൻ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പ്രഭോ. അപ്പോൾ സിദ്ധാർത്ഥൻ പറഞ്ഞു, ചന്ദ, മഹത്തായ പരിത്യാഗത്തിന്റെ നാൾ ഇന്ന് തന്നെ ആകട്ടെ. ഞാൻ കൊട്ടാരം വിടാൻ തീരുമാനിച്ചു, നീ കുതിരയെ ഒരുക്കൂ. അപ്പോൾ ചന്ദൻ നേരെ കുതിരയെ കെട്ടിയിരിക്കുന്ന ആലയത്തിലെത്തി. അവിടെ സിദ്ധാർത്ഥന് പ്രിയപ്പെട്ട കുതിരയുണ്ട്, കന്ദകൻ. കന്ദകന് സിദ്ധാർത്ഥന് കന്ദകനെയും അത്രയ്ക്കിഷ്ടമാണ്. ഒരിക്കലും വേർപിരിയാൻ പറ്റാത്തൊരു ബന്ധം. അപ്പോൾ ചന്ദൻ ചെന്ന് കന്ദകന്റെ അടുത്ത് പറഞ്ഞു, കന്ദക, നിന്റെ പുറത്ത് കയറി ഇന്ന് സിദ്ധാർത്ഥ രാജകുമാരന് സഞ്ചരിക്കണം. സിദ്ധാർത്ഥ രാജകുമാരൻ ബുദ്ധനാകാൻ പോവുകയാണെന്ന് പറഞ്ഞു. കന്ദകൻ സന്തോഷം കൊണ്ടൊരു ശബ്ദം പുറപ്പെടുവിച്ചു. വളരെ പെട്ടെന്ന് തന്നെ സക്കൻ ആ ശബ്ദം മറ്റുള്ളവർ കേൾക്കാതിരിക്കുന്നതിന് വേണ്ടി അതിനെ നിശബ്ദമാക്കി വെച്ചു. അങ്ങനെ സിദ്ധാർത്ഥന് പോകാൻ സമയമായി. സിദ്ധാർത്ഥൻ പോകാനായിട്ട് ഇറങ്ങിയ സിദ്ധാർത്ഥൻ ഒരു ഉൾവിളി, ഒരു ചെറിയ ഉൾവിളി. സിദ്ധാർത്ഥൻ തിരിഞ്ഞ് തൻ്റെ ഭാര്യ കിടക്കുന്ന മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് ചെന്നിട്ട് തൻ്റെ മകൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവനെ ഒന്നുകൂടി കാണണമെന്നൊരാഗ്രഹം തോന്നി. അങ്ങനെ യശോദയുടെ മുറിയുടെ വാതിൽക്കലെത്തി. മുല്ലപ്പൂക്കൾ വിരിച്ച മെത്തയില് ഒരു കൈ രാഹുലന്റെ നെറ്റിയിൽ വെച്ച് അവൾ ഉറങ്ങുകയാണ്. യശോദര ഇതൊന്നും അറിയാതെ ഉറങ്ങുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥന്റെ മനസ്സ് മന്ത്രിച്ചു, ആ കുട്ടിയെ ഒന്നെടുക്കണം. സിദ്ധാർത്ഥൻ അതിനായി മുന്നോട്ടാഞ്ഞു. പെട്ടെന്ന് സിദ്ധാർത്ഥന്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, ഇപ്പോൾ എടുക്കരുത്, എടുത്തു പോയാൽ യശോദര ഉണരും. അതോടുകൂടി സിദ്ധാർത്ഥ നിന്റെ യാത്ര തുടങ്ങും. അപ്പൊ സിദ്ധാർത്ഥൻ വിചാരിച്ചു, ഇല്ല, ഞാൻ രാഹുലിനെ എടുക്കുന്നില്ല. എനിക്ക് ബോധോദയം കിട്ടിയതിന് ശേഷം ഞാൻ വന്നവനെ കണ്ടുകൊള്ളാം. അങ്ങനെ സിദ്ധാർത്ഥൻ പടിയിറങ്ങി മുന്നോട്ടേക്ക് നടന്നു. അപ്പൊ സിദ്ധാർത്ഥന് തോന്നി, ഇല്ല, എനിക്ക് ഒരിക്കൽ കൂടി യശോദയെ കാണണം. സിദ്ധാർത്ഥൻ തിരിച്ചു നടന്ന് യശോദയുടെ അടുക്കൽ ചെന്നു. ഒന്നും അറിയാതെ യശോദ ഉറങ്ങുകയാണ്. എന്തൊരു സൗന്ദര്യമാണ്! ഇവളെ നോക്കിക്കൊണ്ട് നിന്നാൽ എനിക്ക് പോകാൻ തോന്നുന്നില്ല. എത്ര ഗാഠമായിട്ടാണ് അവളെ ഞാൻ സ്നേഹിക്കുന്നത്. ഇവൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഇറങ്ങിപ്പോകുന്നത് ശരിയാണോ? ബുദ്ധന്റെ മനസ്സിൽ ഒരു വടംവലി തുടങ്ങുകയായി. ബുദ്ധൻ വിചാരിച്ചു, ഇല്ല, എനിക്ക് പോയേ പറ്റൂ. ബുദ്ധൻ പുറത്തേക്കിറങ്ങി.
പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും ബുദ്ധന് തോന്നി ഒരിക്കൽ കൂടി യശോദയെ കാണണം. അങ്ങനെ 3 പ്രാവശ്യം ശ്രീബുദ്ധൻ അഥവാ ഇത് സിദ്ധാർത്ഥൻ തിരിച്ചു വന്നു. 3-ാമത്തെ പ്രാവശ്യം സിദ്ധാർത്ഥൻ വന്ന് മയങ്ങുന്ന യശോദയുടെ അടുക്കൽ വന്നു. രാഹുലിനെയും നോക്കി. എന്തൊരു ശാന്തമായ നിദ്ര. അപ്പോൾ സിദ്ധാർത്ഥൻ തന്നോട് തന്നെ ചോദിച്ചു, അവരെ വിളിച്ചുണർത്തി യാത്ര പറഞ്ഞിട്ട് പോകുന്നതല്ലേ നല്ലത്? അപ്പോൾ സിദ്ധാർത്ഥൻ തന്നെ പറഞ്ഞു, ഇല്ല, ഒരിക്കലും പറ്റില്ല. അവൾ എഴുന്നേക്കും, അവൾ കരയും, അവളുടെ കണ്ണുനീര് കണ്ടാൽ എനിക്ക് പോകാൻ പറ്റില്ല. ഈ കുഞ്ഞുണന്ന് കരയും, കുഞ്ഞുണന്ന് കരഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോകാൻ പറ്റില്ല. എന്തു വേണം? ഈ സമയത്തൊരു അശരീരി കേട്ടു. സിദ്ധാർത്ഥ, നിനക്ക് കൊട്ടാരവും സൗന്ദര്യധാമമായ യശോദയും നിന്റെ മകനുമായ രാഹുലൻ വേണോ, അതോ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ മോക്ഷം നൽകുന്ന, പുണ്യം നൽകുന്ന മഹത്തായ കൃത്യം ഏറ്റെടുക്കണോ? ഏതാണ് സിദ്ധാർത്ഥ വേണ്ടത്? സിദ്ധാർത്ഥൻ ഒരു നിമിഷം പകച്ചു നിന്നു. ഒരിക്കൽ കൂടി യശോദയുടെ മുഖത്തേക്ക് നോക്കി, ഒരിക്കൽ കൂടി രാഹുലന്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, എനിക്ക് മോക്ഷത്തിന്റെ മാർഗമാണ് വേണ്ടത്. യശോദേ, നിന്നോടൊരു വാക്കുപോലും പറയാതെ ഞാൻ പോവുകയാണ്. രാഹുല, നിനക്കൊരു ദിവസം പോലുമായില്ല ജനിച്ചു വീണിട്ട്, നിന്നോടും യാത്ര പറയാതെ ഞാൻ പോവുകയാണ്. യശോദേ, എനിക്കറിയില്ല, നീ ഉണർന്നു കഴിഞ്ഞാൽ നീ എന്നോട് ക്ഷമിക്കുമോ? നിനക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമോ? അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല യശോദേ, പക്ഷേ ഞാൻ പോവുകയാണ്, എനിക്ക് പോയേ പറ്റൂ. സിദ്ധാർത്ഥൻ തൻ്റെ മനസ്സിനെ ദൃഢമാക്കി. ആ സമയത്ത് യശോദ ഒന്ന് തിരിഞ്ഞു കിടന്നു. സിദ്ധാർത്ഥൻ അപ്പോൾ തന്നെ അവിടുന്ന് പടിയിറങ്ങി തൻ്റെ കുതിരയായ കന്ദകന്റെ അടുക്കലെത്തി. എന്നിട്ട് പറഞ്ഞു, കന്ദക, മനുഷ്യന്മാരുടെയും ദേവന്മാരുടെയും ലോകങ്ങളിലെ മുഴുവൻ ആളുകളുടെയും അവരെ മുഴുവനും ദുഃഖങ്ങളകറ്റി രക്ഷിക്കാൻ ശേഷിയുള്ള ബുദ്ധനാകാൻ പോവുകയാണ് ഞാൻ. നീ എന്നെ സഹായിക്കണം ഈ യാത്രയില്. അപ്പോൾ കന്ദകന് സങ്കടം വന്നു. അപ്പോൾ കന്ദകനോട് പറഞ്ഞു, ഇനി ഞാൻ തിരിച്ച് കൊട്ടാരത്തിലേക്കില്ല കന്ദക. അപ്പോൾ കന്ദകൻ കരഞ്ഞു. കന്ദകൻ ഉച്ചത്തിൽ കരഞ്ഞു. അപ്പോൾ സക്കൻ അവന്റെ ശബ്ദത്തെ ഇല്ലാതാക്കി. കന്ദകൻ വാ തുറക്കുന്നത് മാത്രമേ ഉള്ളൂ, ശബ്ദം പുറത്തേക്ക് വരുന്നില്ല, നിശബ്ദനായി. ശ്രീബുദ്ധൻ അതായത് സിദ്ധാർത്ഥൻ കന്ദകന്റെ പുറത്തേക്ക് കയറി. കന്ദകന്റെ കടിഞ്ഞാൺ വലിച്ചു. കന്ദകൻ സിദ്ധാർത്ഥനെയും കൊണ്ട് മുന്നോട്ട് നീങ്ങി. ചന്ദൻ സിദ്ധാർത്ഥനെ ഒരു നിഴലുപോലെ പിന്തുടർന്നു. യാക്കന്മാര് ഈ കന്ദകന്റെ കുളമ്പടി ശബ്ദം കേൾക്കാതിരിക്കാൻ കന്ദകനെ ചുമന്നുകൊണ്ട് നടന്നു. മറ്റുള്ള ആർക്കും അത് കാണാൻ പറ്റില്ല. എല്ലാവരും നോക്കുമ്പോൾ കന്ദകൻ നടന്നു പോവുകയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ യക്കന്മാർ അവർ കന്ദകനെ ചുമക്കുകയായിരുന്നു. ഇനി ഇതിന് മറ്റൊരു വേർഷനുണ്ട്. അവിടെ പറയുന്നു, ഈ യക്കന്മാർ കന്ദകൻ നടക്കുമ്പോൾ ശബ്ദം കേൾക്കാതിരിക്കാൻ അവൻ്റെ കാലടികളിൽ ചെമ്പകപ്പൂക്കൾ വെക്കുമായിരുന്നു. കുറച്ചും കൂടെ വിശ്വസനീയം, ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ കന്ദകന്റെ പുറത്ത് കയറി ഇതാ ശ്രീബുദ്ധൻ സിദ്ധാർത്ഥൻ കൊട്ടാരം വിടുകയാണ്. അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥനെ അനുഗമിച്ചുകൊണ്ട് ചന്ദന്മാര്, മാലാഖമാരാകട്ടെ എല്ലാവരും ഉറങ്ങി എന്ന് ഉറപ്പുവരുത്തി. സക്കൻ വന്ന് വാതിലുകൾ തുറന്നു. മറ്റ് യക്കന്മാരും വന്നു, വാതിലുകൾ ഒന്നൊന്നായി തുറന്നു. അതിൻ്റെ ശബ്ദം അവിടെ 3 മൈൽ അകലെ ശബ്ദം മുഴങ്ങും. ആ ശബ്ദം നിശബ്ദമാക്കി പ്രകൃതിയിലെ ദേവന്മാരായ യക്കന്മാർ. സിദ്ധാർത്ഥൻ ഇതൊന്നും അറിയാതെ കന്ദകന്റെ പുറത്ത് കയറി വരുന്നു. ചന്ദൻ പിന്നാലെ വരുന്നു. എന്നാൽ കുതിരയെ ചുമന്നുകൊണ്ട് യക്കന്മാരും വരുന്നു. അതിലെ പ്രധാനിയായ സക്കൻ വന്ന് ഓരോരോ വാതിലുകൾ ഒന്നൊന്നായി തുറന്നിട്ട് വരികയാണ്. മാലാഖമാരാകട്ടെ ഒരാളും ഉണരാതിരിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്തു. ആ സമയത്ത്
ആ സമയത്ത് വരവായി മാരൻ എന്ന പിശാച്. അവൻ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് മാരൻ എന്ന പിശാച് സിദ്ധാർത്ഥനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അല്ലയോ സിദ്ധാർത്ഥ രാജകുമാര, പ്രഭോ, താങ്കൾ തിരിച്ചു കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോകണം. ഇന്നേക്ക് 7 ദിവസത്തിനകം പരമാധികാരത്തിന്റെ ചക്രം തെളിയും. അല്ലയോ സിദ്ധാർത്ഥ രാജകുമാര, 4 വൻകരകളുടെയും അസംഖ്യം ദ്വീപുകളുടെയും അധിപനായി ചക്രവർത്തിയായി അങ്ങ് വാഴും. സുന്ദരി മണികൾ അങ്ങേക്ക് ചുറ്റും വെഞ്ചാമരം വീശിക്കൊണ്ട് നിൽക്കും. അങ്ങയുടെ ഏറ്റവും സുന്ദരിയായ യശോദ ചക്രവർത്തിനിയാകും. അങ്ങയുടെ പൊന്നോമന മകൻ രാഹുലൻ, ആ രാഹുലൻ അങ്ങയെ പിതാശ്രീ എന്ന് വിളിച്ചോടി വരും. അങ്ങനെ ചക്രവർത്തിയായി വാണ് തൻ്റെ ഭാര്യയുടെ സൗന്ദര്യം ആസ്വദിച്ച് അതോടൊപ്പം തന്നെ രാഹുലൻ്റെ വാത്സല്യവും നുകർന്ന് രാഹുലനും വാത്സല്യം കൊടുത്ത് ഒടുവിൽ രാഹുലന് അധികാരവും കൈമാറാം എന്ന് പറഞ്ഞു മാരൻ പ്രലോഭിപ്പിച്ചു. അപ്പോൾ സിദ്ധാർത്ഥൻ മറുപടി പറഞ്ഞു, മാരാ, നീ പറയുന്ന വാർത്ത സന്തോഷം തരുന്നതാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് അതല്ല. ഈ ലോകത്തിൻ്റെ പരമാധികാരിയാകാൻ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. ഞാനൊരു ബുദ്ധനായി മാറും. 10,000-കണക്കിന് ജനങ്ങളെ, ഈ ലോകത്തെ മുഴുവനും ഞാൻ ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള വഴി കണ്ടെത്തും. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യർക്കും മോക്ഷം ലഭിക്കണം. ആ മോക്ഷം ലഭിക്കുന്നതിനുള്ള മാർഗം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ ബുദ്ധന് കിട്ടിയ മോക്ഷം കിട്ടുന്ന മാർഗമാണ് നമ്മൾ വെള്ളിയാഴ്ച പറയുന്ന ധർമ്മപദം എന്ന് പറയുന്ന പുസ്തകം. മാരൻ പിന്നെ പ്രലോഭിപ്പിക്കാൻ പോയില്ല. പക്ഷേ എപ്പോഴെങ്കിലും സിദ്ധാർത്ഥന്റെ മനസ്സിൽ ആസക്തിയുടെ ഒരംശം, ഒരു മുള പൊട്ടിയാൽ ആ അവസരം മുതലെടുക്കണമെന്ന ചിന്തയിൽ സിദ്ധാർത്ഥന്റെ കൂടെ ഒരു നിഴല് പോലെ മാരനും വന്നു. അപ്പൊ സിദ്ധാർത്ഥൻ പുറത്തിറങ്ങി, യക്കന്മാർ വന്നു. അതോടൊപ്പം സിദ്ധാർത്ഥനെ അനുഗമിച്ചുകൊണ്ട് ഇതാ ഒരു പിശാചും കൂടെ കൂടിയിരിക്കുന്നു. സിദ്ധാർത്ഥനെ അവസരം കിട്ടിയാൽ വഴിതെറ്റിക്കണമെന്ന ചിന്തയുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. ആഷാഢമാസത്തിലെ പൗർണമി നാളിലാണ് ആ നഗരത്തിൽ നിന്ന് സിദ്ധാർത്ഥൻ പുറത്തേക്ക് കടക്കുന്നത്. ആഷാഢമാസത്തിലെ പൗർണമി നാളിലാണ് സിദ്ധാർത്ഥൻ യാത്രയായത്. ഈ സമയത്ത് പന്തങ്ങൾ കയ്യിലേന്തിയ മാലാഖമാര് ദേവലോകത്ത് നിന്ന് പുഷ്പവൃഷ്ടി നടത്തി. ഉത്സവ തുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ യാത്ര. ഉത്സവ തുല്യമായിരുന്നു. അങ്ങനെ നേരം പുലരാറായപ്പോൾ സിദ്ധാർത്ഥൻ അനോമ എന്ന് പറയുന്ന നദിയുടെ കരയിലെത്തി. അനോമ എന്ന് പറയുന്ന നദിയുടെ കരയില് സിദ്ധാർത്ഥൻ കന്തകന്റെ പുറത്ത് കയറി ആ നദി മുറിച്ച് അപ്പുറത്തെത്തി മണൽത്തട്ടിലേക്ക് സിദ്ധാർത്ഥൻ ഇറങ്ങിയിട്ട് ചന്ദനെ അടുത്ത് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ചന്ദ, നിനക്ക് തിരികെ പോകാനുള്ള സമയമായിരിക്കുന്നു. നീ തിരികെ പൊയ്ക്കൊള്ളൂ. ചന്ദ, നീ ഈ ചെയ്തതിന് നിനക്ക് നന്മയുണ്ടാകും. നിന്നെ എന്നെന്നും ഈ പ്രപഞ്ചം ഓർക്കും. ചന്ദ, എൻ്റെ ശിരസിൽ അണിഞ്ഞിരിക്കുന്ന ഈ മുത്ത്, ഞാൻ ഈ അണിഞ്ഞിരിക്കുന്ന രാജകീയമായ ഈ രത്നം, ഇത് ഞാൻ നിനക്ക് തരുന്നു. ഇത് നിനക്കുള്ളതാണ് ചന്ദ. അതുകൂടാതെ എൻ്റെ രാജകീയ വസ്ത്രങ്ങളും രത്നം പതിപ്പിച്ച വാളും എൻ്റെ തങ്ക വാൾപ്പട്ടയും എൻ്റെ തങ്കപ്പിടിയുള്ള ഉടവാളും മിന്നുന്ന തലപ്പാവും ഇതെല്ലാം ഞാൻ നിന്റെ കയ്യിൽ തരികയാണ്. ഇത് നീ മഹാരാജാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടു കൊടുക്കൂ. എന്നിട്ട് നടന്ന് കന്തകന്റെ അടുക്കലെത്തി. കന്തകൻ എന്ന കുതിരയുടെ അടുക്കലെത്തി. സിദ്ധാർത്ഥൻ അവൻ്റെ നെറ്റിയിൽ ചുംബിച്ചു. ഇപ്പോഴും സിദ്ധാർത്ഥന് ആ ഒരു ചെറിയ സ്നേഹം ഉണ്ട്. പൂർണ്ണമായും അദ്ദേഹം ബുദ്ധനായിട്ടില്ല. അദ്ദേഹം കന്തകന്റെ നെറ്റിയിൽ ചുംബിച്ചിട്ട് ഈ
കടിഞ്ഞാൺ നീ ഏറ്റുവാങ്ങൂ എന്ന് പറഞ്ഞ് ചന്തകനെ എടുത്ത് പറഞ്ഞു, ചന്തക നീ വരൂ, ഈ കടിഞ്ഞാൺ നീ ഏറ്റുവാങ്ങൂ, കന്ദകനെ ഞാൻ നിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. കന്ദകൻ വിഷമത്തോടുകൂടി ബുദ്ധനെ നോക്കി. ആ സമയത്ത് ചന്തകനോട് പറഞ്ഞു, നീ എൻ്റെ പിതാവിനോട് പറയണം, ഈ പുത്രനെ മറന്നേക്കൂ, ഞാൻ ജ്ഞാനം നേടി 10 മടങ്ങ് രാജത്വമുള്ളവനായി ഞാൻ തിരിച്ചു വരുന്നത് വരെ എന്നെ മറന്നേക്കുക, എന്നെ മറക്കണം. കാരണം വാത്സല്യമില്ലാത്തടത്ത് ദുഃഖമില്ല. അപ്പോൾ ചന്ദൻ പറഞ്ഞു, അങ്ങ് രാജാവിനോടും യശോദരയോടും രാഹുലനോടും കപിലവസ്തുവിനോടും നീതി കാണിക്കണം, അനുകമ്പ കാണിക്കണം, അങ്ങ് മടങ്ങി വരണം, അങ്ങ് മടങ്ങി വരണം. അപ്പൊ സിദ്ധാർത്ഥൻ പറഞ്ഞു, നോക്കൂ, വാത്സല്യം കൊണ്ട് ഞാൻ യശോദരയുടെയും രാഹുലൻ്റെയും എൻ്റെ പിതാവിൻ്റെയും അടുക്കലേക്ക് ഞാൻ തിരിച്ചു പോകുന്നു. എങ്കിലും എന്നെ ഞങ്ങളെ തമ്മിൽ മരണം വേർപെടുത്തും. ചന്തക, ഞാൻ ഇപ്പോൾ തിരിച്ച് യശോദരയുടെ അടുക്കൽ പോയാലും ഒരു ദിവസം യശോദര മരിക്കും, രാഹുലൻ മരിക്കും, ഞാൻ മരിക്കും, എൻ്റെ പിതാവ് മരിക്കും. അപ്പം ഈ വേർപാട് ഉറപ്പാണ്. ഒരു ദിവസം ഞാൻ യശോദയെ വേർപിരിഞ്ഞ് ഈ ഭൂമിയിൽ നിന്ന് പോയേ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ആ വേർപാട് ഇപ്പോൾ ചെയ്ത് മറ്റുള്ളവരെ മോക്ഷത്തിലേക്ക് നയിക്കാൻ സാധിക്കുമെങ്കിൽ അതല്ലേ ചന്തക നല്ലത്? ചന്തക, എല്ലാ ബന്ധങ്ങളും വെറും സ്വപ്നമാണ്, എല്ലാ ബന്ധങ്ങളും സ്വപ്നമാണ്. യശോദ എൻ്റെ ഭാര്യ, പക്ഷെ ഒരു ദിവസം യശോദ മരിക്കുന്നതോടുകൂടി ഞാനും യശോദയും വേർപിരിഞ്ഞില്ലേ? അല്ലെങ്കിൽ ഞാനാണ് മരിക്കുന്നതെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പരസ്പരം വേർപിരിഞ്ഞില്ലേ? അതുകൊണ്ട് ഒരു കാര്യം, ഞാൻ ഇനി തിരിച്ചില്ല. നീ കപിലവസ്തുവിലോ ജനങ്ങളോട് പറയുക, മരണത്തെ വിജയിച്ച് മരണത്തേക്കാൾ ഒരു വലിയ സത്യമുണ്ടെന്നും ആ സത്യമാണ് മോക്ഷമെന്നും അതിലേക്ക് എങ്ങനെ പോകാൻ പറ്റുമെന്നും പറഞ്ഞ് അതിൻ്റെ സൂത്രം കണ്ടുപിടിച്ച് ഞാൻ തിരികെ വന്നിരിക്കും. അതിന് സാധിച്ചില്ലെങ്കിൽ ഞാൻ നശിച്ചു പോകുമെന്നറിയിക്കൂ. അപ്പോൾ ചന്ദൻ പറഞ്ഞു, അല്ലയോ രാജകുമാര, അങ്ങനെയാണെങ്കിൽ കനിവുണ്ടാകണം ഞാൻ പറയുന്നതിന്. അപ്പോൾ ചോദിച്ചു, എന്താണ്? അങ്ങയെ വിട്ടുപോകാൻ എനിക്ക് മനസ്സില്ല. അങ്ങനെയെങ്കിൽ ഞാനും അങ്ങയുടെ കൂടെ കൂടട്ടെ. ഒരു പരിവ്രാജകനായി, ഒരു സന്യാസിയായി ഞാനും വരുന്നു. എനിക്കിനി കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. സിദ്ധാർത്ഥൻ പറഞ്ഞു, നിന്റെ സ്നേഹം അത്രയ്ക്ക് മഹത്തരമാണെങ്കിൽ നീ ആദ്യം എൻ്റെ സന്ദേശം അവിടെ എത്തിക്കൂ, എത്തിച്ചിട്ട് നീ മടങ്ങി വരൂ. അത്രയും പറഞ്ഞതിന് ശേഷം സിദ്ധാർത്ഥൻ ചന്ദൻ്റെ കയ്യിലിരുന്ന വാളെടുത്തു. വാളെടുത്തതിന് ശേഷം തൻ്റെ നീണ്ട മുടി മുറിച്ചെടുത്തിട്ട് ആ രത്നാഞ്ചിതമായ കിരീടത്തോടൊപ്പം അത് പുഴയിലേക്ക് എറിഞ്ഞു. അപ്പൊ സിദ്ധാർത്ഥൻ പറഞ്ഞു, ഇനി ഒരു കാഷായ വസ്ത്രം വേണമല്ലോ. എനിക്ക് ഈ രാജകീയ വസ്ത്രം ഇനി എന്തിനാണ്? ഈ കാഷായ വസ്ത്രം എനിക്ക് എവിടുന്ന് കിട്ടും? ആ സമയത്തൊരു മാലാഖ കാവി വസ്ത്രം ധരിച്ച് ഒരു വനവേടന്റെ വേഷത്തിലെത്തി. രാജകുമാരന്റെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു, രാജകുമാര, അങ്ങയുടെ ഈ വസ്ത്രം എനിക്ക് തരുമോ? പകരം ഞാൻ എൻ്റെ കാഷായ വസ്ത്രം അങ്ങേക്ക് തരാം. സിദ്ധാർത്ഥന് സന്തോഷമായി. സിദ്ധാർത്ഥൻ തൻ്റെ രാജകീയ വസ്ത്രങ്ങൾ ഊരി മാലാഖയ്ക്ക് കൊടുത്തു. മാലാഖ തൻ്റെ കയ്യിലിരുന്ന കാഷായ വസ്ത്രമെടുത്ത് സിദ്ധാർത്ഥന് കൊടുത്തു. അങ്ങനെ സിദ്ധാർത്ഥൻ മുടി മുറിച്ചു. സിദ്ധാർത്ഥൻ കാഷായ വസ്ത്രം ധരിച്ചു. ഈ സമയത്ത് വീണ്ടും എന്തു ചെയ്തു? സിദ്ധാർത്ഥൻ കന്ദകന്റെ അടുത്ത് ചെന്ന് ഒരു നിമിഷം കന്ദകനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, കന്ദക, നീ എനിക്കെന്നും പ്രിയപ്പെട്ടവനാണ്. കന്ദക, നീ എനിക്കെന്നും പ്രിയപ്പെട്ടവനാണ്. നിന്നെയും ഞാൻ വിട്ടുപിരിയുകയാണ്. കന്ദക, ഇനി ഞാനും നീയും തമ്മിൽ കാണില്ല. നീ യാതൊരു കുഴപ്പവുമില്ലാതെ അനുസരണയുള്ളവരായി നീ കപിലവസ്തുവിൽ എപ്പോഴും ഉണ്ടാകണം. മറ്റു കുതിരകൾക്കെല്ലാം കന്ദക നീ ഒരു മാതൃകയായിരിക്കണം. ഞാൻ പോയിട്ട് വരട്ടെ.
വരട്ടെ കന്തക, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ബുദ്ധനായി തിരിച്ചു വരും, അപ്പോൾ എന്നെ കാക്കാൻ നീ ഉണ്ടാകണം കന്തക എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി കന്തകന്റെ നെറ്റിയിൽ ചുംബിച്ചു. സിദ്ധാർത്ഥന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു നിന്ന കന്തകന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. അവൻ ബുദ്ധന്റെ പാദങ്ങൾ നക്കി. അപ്പോൾ പറഞ്ഞു, ദുഃഖിക്കാതിരിക്കൂ കന്തക, നീ എന്നും എൻ്റെ സന്തത സഹചാരിയായിരുന്നു, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കന്തക, നിന്റെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത്. എൻ്റെ ഭാര്യ യശോദ എന്നെ സ്നേഹിക്കുന്നത് അവൾക്ക് എന്നെ കിട്ടാൻ വേണ്ടിയാണ്, അതിലൂടെ ജീവിതം കിട്ടാൻ വേണ്ടിയാണ്. എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നത് എന്നെ രാജാവാക്കി അഭിഷേകം ചെയ്ത് അതിലൂടെ സംതൃപ്തി അടയാനാണ്. എൻ്റെ മകൻ രാഹുലൻ വളർന്നു വന്നാൽ അവൻ സ്നേഹിക്കുമ്പോഴും ഒരു ഉദ്ദേശമുണ്ട്. ഈ കൊട്ടാരത്തിലെ ഓരോ ഭടന്മാരും എന്നെ സേവിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. പക്ഷേ കന്തക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഉള്ളതാണ് നിന്റെ സേവനം. അതുകൊണ്ട് തന്നെ കന്തക, എനിക്ക് നീയാണ് ഈ കൊട്ടാരത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ. മറ്റുള്ളവരൊക്കെ എന്നിൽ നിന്ന് എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടാണ് കന്തക എന്നെ സ്നേഹിക്കുന്നത്, പക്ഷേ നീ അതല്ല എന്ന് പറഞ്ഞ് ഒരിക്കൽ കൂടി കന്തകനെ തലോടി, ഒരിക്കൽ കൂടി കന്തകനെ ചുംബിച്ചതിന് ശേഷം സിദ്ധാർത്ഥൻ 2 ചുവട് മുന്നോട്ടേക്ക് വെച്ചു. അപ്പോഴേക്കും കന്തകന്റെ ഭാവം മാറി. അവന്റെ കണ്ണുകൾ ചുവന്നു, അവൻ ശരീരമൊന്നു കുടഞ്ഞു. അതേ അനിവാര്യമായത് സംഭവിക്കാൻ പോവുകയാണ്. അവൻ ബുദ്ധൻ പോയടത്തേക്ക് നോക്കി. അവൻ ശരീരം ഒന്ന് കുടഞ്ഞു. അവന്റെ കണ്ണുകൾ ചുവന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. ഇല്ല, കന്തൻ അതേ അനിവാര്യമായത് സംഭവിക്കാൻ പോകുന്നു. ഒന്നും ആഗ്രഹിക്കാതെ ശ്രീബുദ്ധനെ സ്നേഹിച്ച, ശ്രീബുദ്ധന്റെ പിന്നാലെ പോയ കന്തകൻ ഇതാ എന്താണ് കന്തകന്റെ ഉദ്ദേശം? എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്? കന്തകൻ ബുദ്ധനെ നോക്കി. ഒന്ന് ചുരമാന്തി. അവന്റെ ഭാവം മാറി. അതേ അനിവാര്യമായത് ഇതാ സംഭവിക്കാൻ പോകുന്നു. ഞാൻ വരും അടുത്ത ബുധനാഴ്ച ശ്രീകൃഷ്ണൻ അനുഗ്രഹിച്ചാൽ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ.